ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ DIY എവറിത്തിങ് ഹോം മെയ്ഡ്. കഴിഞ്ഞ വീക്ക് നമ്മളൊരു പെരുന്നാൾ സ്പെഷ്യൽ വീഡിയോ ഇട്ടിരുന്നത്. അതിൽ കുറച്ച് ഡെക്കറേഷനും കുറച്ച് ലൈറ്റ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ കാണിച്ചിരുന്നു. നിങ്ങൾക്ക് അതെല്ലാം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അതിൽ കാണിച്ച ആ ഒരു ഡെക്കറേഷൻ, ആ ഒരു നമ്മൾ ചില സ്ഥലത്തൊക്കെ അതിന് പിണ്ടി പെരുന്നാളിനൊക്കെ പറയണേ. അപ്പോൾ നമ്മൾ പിണ്ടിയിൽ കൊത്തുന്ന ആ ഒരു ഫ്ലവറിനെ, ആ ഒരു കൊടി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ് നമ്മളിന്നിവിടെ കാണിക്കാൻ പോകുന്നത്. ഞങ്ങളത് ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് 1-2 ക്ലിപ്സൊക്കെ എടുത്ത് വെച്ചിരുന്നതാണ് ഇവിടെ കാണിക്കുന്നത്. അതുകൊണ്ട് എല്ലാം ഒന്നുമില്ല, എന്നാലും നിങ്ങളത് എൻജോയ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ആദ്യം ഇതിന് ചൈന പേപ്പർ എന്ന് പറഞ്ഞൊരു പേപ്പറാണ് വേണ്ടത്. ഇതെല്ലാവർക്കും അറിയാവുന്നതാണ്. എല്ലാ സ്ഥലത്തും ഈ പിണ്ടി പെരുന്നാളിന് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ പേപ്പർ തന്നെയാണ്. ആ ചൈന പേപ്പറിന് നമ്മളൊരു ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. ഞാനിവിടെ ഓൾറെഡി ഒരളവിൽ ഒരെണ്ണം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് പേപ്പറുകളുടെ മുകളിൽ വെച്ചിട്ട് അങ്ങനെ കുറേ പേപ്പറുകൾ കൂട്ടി വെച്ച് ഒരുമിച്ച് കട്ട് ചെയ്തെടുക്കുകയാണ് ഞാനിവിടെ ചെയ്തത്. കട്ട് ചെയ്ത പേപ്പർ നമുക്ക് മാറ്റി വയ്ക്കാം. നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം. ഈ പേപ്പർ നമ്മൾ ഏറ്റവും ലാസ്റ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിനുശേഷം കുറച്ചുകൂടെ പേപ്പർ എടുത്ത് നമുക്ക് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇതുപോലത്തെ ഒരു അളവ് വെച്ചിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ഇതിനൊരു സ്പെഷ്യലായിട്ടൊരു അളവൊന്നുമില്ല. ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു ഉദ്ദേശം വെച്ച് ഞാൻ കട്ട് ചെയ്തെന്നുള്ളൂ. കറക്റ്റ് അളവൊന്നുമില്ല. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും. ഞാൻ അങ്ങനെ അളവൊന്നും നോക്കിയിട്ടൊന്നുമില്ല. നമ്മൾ ഈ പേപ്പർ ഈ ഒരു ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു 3-4 വയലറ്റ് പേപ്പറും ഒരു വൈറ്റ് പേപ്പറും ഒരു നൂൽക്കമ്പിയും മാത്രമാണ് ആവശ്യം. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ കാണിക്കുന്ന പോലെ തന്നെ ചെയ്താൽ മതി. ഭയങ്കര സിമ്പിളാണ്, നിങ്ങൾ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ അത് നോക്കുക, അതുപോലെ തന്നെ ചെയ്താൽ മതി. ആദ്യം നമുക്കിതിനെ പേപ്പറുകളെല്ലാം ഒരുമിച്ച് വെച്ച് ഒരു 6 ആഗ് പോലെ നമുക്കിതിനെ മടക്കിയെടുക്കുകയാണ് വേണ്ടത്. നമുക്ക് അതിൻ്റെ വീതി കുറഞ്ഞ ഭാഗം 6 ആഗ് പോലെ ഇങ്ങനെ മടക്കിയെടുക്കണം. അതിൽ വൈറ്റ് പേപ്പർ ഉള്ളിൽ വരുന്ന രീതിയിൽ വേണം നമ്മൾ മടക്കാനായിട്ട്. ഈ മടക്കി വെച്ചിൻ്റെ നടുക്കിലേക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന നൂൽക്കമ്പി വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കറക്കി അതൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അത്രയും മാത്രം നമുക്ക് ചെയ്യാനുള്ളൂ. അതിനുശേഷം അതിൻ്റെ 2 സൈഡും ഈ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ, കറക്റ്റ് ഷേപ്പൊന്നും വേണ്ട, നല്ല ഏകദേശം ഒരു റൗണ്ട് ഷേപ്പിൽ ഒരു ഫ്ലവറിൻ്റെ ഇതളിൻ്റെ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതൊന്ന് വിടർത്തി വെച്ചിട്ട് എല്ലാം പുറത്തോട്ട് ഇങ്ങനെ വലിച്ചെടുക്കാം. അത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. എന്താണ് നമ്മൾ മടക്കി വെച്ചേ അതൊന്ന് വിടർത്തി ഉള്ളിലോട്ട് പുറത്തോട്ട് ഇങ്ങനെ വലിച്ച് ഒരു പൂവിൻ്റെ ഷേപ്പിലേക്ക് മാറ്റിയെടുക്കാം. ഇത് വലിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഭയങ്കര തിന്നായിട്ടുള്ള പേപ്പറാണ്. ഇത് ഭയങ്കര കട്ടി കുറഞ്ഞ പേപ്പറാണ്. അപ്പോൾ നമ്മൾ ഭയങ്കര ബലപ്പെട്ട് വലിക്കരുത്. പയ്യെ നമ്മളൊന്ന് സപ്പോർട്ട് കൊടുത്ത് പയ്യെ വേണം വലിക്കാൻ. അതുപോലെ തന്നെ ഓരോ ഇതളും സെപ്പറേറ്റ് വലിക്കണം. നമ്മളിപ്പോൾ കുറച്ച് വയലറ്റും കുറച്ച് വൈറ്റും വെച്ചേക്കുന്നതുകൊണ്ടാണ് ഞാൻ അത് എടുത്ത് പറഞ്ഞത്. ആദ്യം വൈറ്റ് എടുക്കുക, പിന്നെ വയലറ്റിലെ ഫസ്റ്റത്തെ ലെയർ എടുക്കുക, സെക്കൻഡ് ലെയർ എടുക്കുക. അങ്ങനെ ഓരോന്നായിട്ട് വലിച്ച് പുറത്തോട്ട് കൊണ്ടുവരാം. അവസാനം നമുക്കതൊരു പൂവിൻ്റെ ഷേപ്പിലേക്ക് നമ്മളൊന്ന് വിടർത്തി, ആ ചുളുക്കൊക്കെ ഒന്ന് വിടർത്തി ഒന്ന് പൂവിൻ്റെ ഷേപ്പിലേക്ക് നമ്മൾ ആക്കി കൊടുക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അത് കുറച്ച് നമ്മളൊന്ന് തിക്കാക്കി ഒന്ന് കൊടുക്കുക. ഇത് ഉണ്ടാക്കിയതിന് ശേഷം ഓരോ ഇതളായിട്ട് നമ്മളിങ്ങനെ വിടർത്തി വെച്ച് ആ ഒരു ചുളുക്കൊക്കെ മാറ്റി കറക്റ്റ് ഒരു പൂവിൻ്റെ ഷേപ്പിലേക്ക് നമ്മൾ കൊണ്ടുവന്നാൽ മതിയാവും. അപ്പോൾ പൂവിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈർക്കിളിയിലേക്ക് ഈ ഒരു
ഒരു ഫോട്ടോ വീഡിയോയിൽ കാണുന്ന പോലെ ചൈന പേപ്പർ ഒന്ന് ചുറ്റി കൊടുക്കണം. അതായത് ചൈന പേപ്പർ ഫുള്ളായിട്ട് എടുത്തിട്ട് അതിനെ ഇങ്ങനെ ചെറുതാക്കി ഇങ്ങനെ മുറിച്ച് കൊടുത്ത് ഒരു ഈർക്കിളിയുടെ തുമ്പ് തുടങ്ങി താഴെ വരെ ഒന്ന് ചുറ്റിയെടുക്കുക. അതായത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ, എനിക്കത് ചുറ്റിയെടുക്കണതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ചുറ്റിയെടുക്കുക. അതിൻ്റെ തുമ്പത്തായിട്ട് നമ്മൾ ഈ ഉണ്ടാക്കിയ പൂവിൻ്റെ നൂൽക്കമ്പി അതിൻ്റെ തുമ്പത്തായിട്ടൊന്ന് ചുറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച കൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ പൂവിൻ്റെ കമ്പി ദേ ഇവിടെ വീഡിയോയിൽ കാണുന്ന പോലെ ചെറുതായിട്ട് ആ തുമ്പത്തൊന്ന് ചുറ്റി കൊടുത്താൽ മതി. അത് നല്ല ഫിറ്റായിട്ട് അവിടെ ഇരുന്നോളും. അപ്പോൾ ഇതുപോലെ നമുക്ക് കൊടി കിട്ടും. താഴത്തെ ആ ഒരു പോട്ടിൻ്റെ ഷേപ്പിലേക്ക് അത് ഒട്ടിക്കണതിൻ്റെ വീഡിയോ ഞാൻ എടുക്കാൻ വിട്ടുപോയി. പെരുന്നാളൊക്കെ കൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു, അതുകൊണ്ട് എനിക്ക് ആ സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതിൻ്റെ ഷേപ്പ് നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ചിരുന്നില്ലേ, അതിൻ്റെ മുകളിലറ്റത്തും താഴത്തറ്റത്തും ഇർക്കിളി ഒട്ടിക്കുക. അത് നേരെ ഒരു പിണ്ടിയിലേക്ക് നേരെ പിടിച്ച് കുത്തുക. അത്രയാണ് ഇവിടെ ചെയ്തേക്കുന്നത്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഭയങ്കര സിമ്പിളാണിത്. സാധാരണ പിണ്ടിയിലും ഈ ഒരു കൊടി കുത്തിയിട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ഞാൻ ജസ്റ്റ് ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു പോട്ടിൻ്റെ ഷേപ്പ് ചെയ്യാൻ നോക്കിയത്. ഞാൻ വിചാരിച്ച അത്രയും അങ്ങോട്ട് സക്സസ് ആയിട്ടില്ല, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ആഴ്ച ഞങ്ങൾ വീണ്ടും വരും. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.